നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു? ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ അല്ലേ? ഇൻറ്റീജർ നമ്പർ റെപ്രസെൻറ്റേഷനായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ 3 ടൈപ്പ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇൻറ്റീജേഴ്സും ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സുമാണ് നമ്പർ റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇൻറ്റീജർ പാർട്ട് നമ്മളുടെ കഴിഞ്ഞു. ഇനി നമ്മളുടെ വരുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ, അതായത് പോയിൻ്റുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ പോയിൻ്റുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിൻ്റ് 1.6, 9.2, 2.5, 24.6 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സാണ് പോയിൻ്റുള്ള നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഈ പോയിൻ്റുള്ള നമ്പേഴ്സിനെ നമ്മുടെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 32 ബിറ്റ് വെച്ചിട്ടാണ്. 32 ബിറ്റ് വെച്ചിട്ടാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റീജേഴ്സിന് എങ്ങനെയായിരുന്നു? 8 ബിറ്റ് വെച്ചിട്ട് അല്ലേ? നമ്മൾ നമ്പറിനൊക്കെ എന്താക്കി മാറ്റും? 8 ബിറ്റ് ആക്കും എന്നിട്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് 32 ബിറ്റ് വെച്ചിട്ടാണ് ഓരോ പോയിൻ്റുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മാൻറ്റിസ എക്സ്പൊണൻ്റ് നൊട്ടേഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു പോയിൻ്റുള്ള നമ്പറിനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ മാൻറ്റിസ എക്സ്പൊണൻ്റ് ഫോമാക്കി മാറ്റും. മാൻറ്റിസ ഉണ്ടാവും, ഒരു എക്സ്പൊണൻ്റ് പാർട്ടും അതിലുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു നമ്പറിനെ നമ്മളുടെ മാൻറ്റിസ എക്സ്പൊണൻ്റ് ഫോമിലേക്ക് മാറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട് 25.45. അപ്പോൾ ഈ 25.45 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ മാൻറ്റിസ എക്സ്പൊണൻ്റ് ഫോമിലേക്ക് മാറ്റാം നമുക്ക് നോക്കാം. ആദ്യം നമ്പർ എഴുതുക 25.45. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പോയിൻ്റുള്ള നമ്പറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് നമ്മളുടെ ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റണം? 0ൻ്റെയും അതായത് പോയിൻ്റുള്ള, അതായത് 1നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പറാക്കിയിട്ട് മാറ്റണം. 0ൻ്റെയും 1നും ഇടയിലുള്ള നമ്പറാക്കിയിട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പോയിൻറ്റിനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമ്പർ എന്തായിട്ട് മാറും? 0.2545 എന്നാവില്ലേ? 1ന് താഴെയുള്ള നമ്പറായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പോയിൻറ്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ നമ്പർ എന്തായി? 0.2545 എന്നായി. ഇനി ഇൻറ്റു 10 raised to 2. ഈ 2 എന്ന് പറയുന്നത് എന്താ? എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് അതായത് എത്ര ദശാംശം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആ പോയിൻറ്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നത്, അതാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൽ ഈ 0.2545 എന്ന് പറയുന്ന നമ്പറാണ് നമ്മളുടെ മാൻറ്റിസ. ഈ 10ന് മുകളിൽ എഴുതുന്ന 2 ആണ് എക്സ്പോണൻറ്റ്. ഇങ്ങനെയാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മാൻറ്റിസം എക്സ്പോണൻ്റ് ആക്കി മാറ്റണത്. ഇനി നമ്മളെന്താ പറഞ്ഞത്? റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് നമ്മളുടെ നമ്പേഴ്സിൻ്റെ കഴിഞ്ഞു. നമ്പേഴ്സ് റെപ്രസെൻറ്റേഷൻ, അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞു. അതിൽ ഇൻറ്റീജേഴ്സിൻ്റെയും പഠിച്ചു, ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെയും പഠിച്ചു. ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ ഈ മാൻറ്റിസ എക്സ്പോണൻ്റ് ഫോം മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ ഒരു നമ്പർ തന്നിട്ട് അതിനെ മാൻറ്റിസ എക്സ്പോണൻ്റ് ആക്കി മാറ്റാനൊക്കെ പറയും. പിന്നെ 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കും. ഇൻറ്റീജർ നമ്പർ റെപ്രസെൻറ്റേഷൻ എത്ര ബിറ്റ് വെച്ചിട്ടാണ്? 8 ബിറ്റ് വെച്ചിട്ട് അല്ലേ? അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ റെപ്രസെൻറ്റേഷൻ എത്ര ബിറ്റിലാണ്? അത് 32 ബിറ്റ്. ഇതൊക്കെ 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ? ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ അല്ലേ? എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ കമ്പ്യൂട്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിലൊരു 4 മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. 1 ആസ്കി, 2 എപ്സിഡിക്, 3 ISCII, 4 യൂണിക്കോഡ്. അതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. ആദ്യത്തെ ആസ്കി. ആദ്യം പറയാനുള്ളത് ആസ്കി എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ്. ഫുൾ ഫോം എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. പഠിച്ചു വെക്കണം. 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. 2 മാർക്സും ചോദിക്കുന്നതാണ്. എന്താണ് ആസ്കി എന്നൊക്കെ ചോദിക്കുന്നതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, ഇതാണ് ആസ്കിയുടെ ഫുൾ ഫോം. ഇനി ആസ്കി യൂസ് ചെയ്യുന്നത് എന്താ? 7 ബിറ്റ്സ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് ഈച്ച് ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 7 ബിറ്റ് വെച്ചിട്ടാണ് ആസ്കി യൂസ് ചെയ്യാറ്. പിന്നെന്താണ്? ഓൾമോസ്റ്റ് 128 ക്യാരക്ടേഴ്സിനെയാണ് ആസ്കി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 128 ക്യാരക്ടേഴ്സിനെയാണ് ആസ്കി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് മെയിനായിട്ട് വരുന്നത്. അത് പഠിച്ചു വയ്ക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, ആസ്കിയുടെ ഫുൾ ഫോം. ആസ്കി യൂസ് ചെയ്യുന്നത് 7 ബിറ്റ്സ് വെച്ചിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 128 ക്യാരക്ടേഴ്സിനെ മാത്രമേ ആസ്കി എന്ത് ചെയ്യുള്ളൂ? റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അത് ഇതിനേക്കാൾ കൂടുതൽ ക്യാരക്ടേഴ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്ക് ആസ്കി മാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുക എപ്സിഡിക്.
എപ്സിഡിക്കിൻ്റെ ഫുൾ ഫോം എന്താ? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇതാണ് എപ്സിഡിക്കിൻ്റെ ഫുൾ ഫോം. ഇനി എപ്സിഡിക്ക് എന്താ ചെയ്യുന്നത്? 8 ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലേ. ആസ്കി 7 ബിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്സിഡിക്ക് എന്താ ചെയ്യുന്നത്? 8 ബിറ്റ്സ് വെച്ചിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എത്ര ക്യാരക്ടേഴ്സിന് എൻകോഡ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് എൻകോഡിങ് 256 ക്യാരക്ടേഴ്സ്. 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആൾക്ക് പറ്റും. എപ്സിഡിക്ക് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പറ്റുമായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കുക ISCII. ISCIയുടെ ഫുൾ ഫോം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ISCIയുടെ പ്രത്യേകത എന്താ? ഇറ്റ് യൂസസ് 8 ബിറ്റ്സ് ഫോർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഡാറ്റ റെപ്രസെൻറ്റേഷന് ഓരോ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 8 ബിറ്റാണ് ISCII യൂസ് ചെയ്തിരുന്നത്. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ എൻകോഡിംഗ് സിസ്റ്റം ഫോർ വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഈ ISCII യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ ലാംഗ്വേജസ്, നമ്മുടെ ഇന്ത്യയിലുള്ള വെറൈറ്റി അല്ലെങ്കിൽ വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മളുടെ ISCII ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ അല്ലേ. നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ലിമിറ്റേഷനായിട്ട് വന്നല്ലേ. അപ്പോൾ അടുത്തതായിട്ട് വന്നതാണ് ആര്? യൂണിക്കോഡ് റെപ്രസെൻറ്റേഷൻ. യൂണിക്കോഡിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് യൂസസ് 16 ബിറ്റ്സ് ഫോർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 16 ബിറ്റുകളാണ് ആര് യൂസ് ചെയ്തിരുന്നത്? യൂണിക്കോഡ് യൂസ് ചെയ്തിരുന്നത്. പിന്നെന്താ പറയുന്നത്? ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് 65,536 ക്യാരക്ടേഴ്സ്, അതായത് 65,536 ക്യാരക്ടേഴ്സിനെ വരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂണിക്കോഡിന് പറ്റുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താ? ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദി വേൾഡ്. നമ്മുടെ വേൾഡിലുള്ള ഓൾമോസ്റ്റ് ലാംഗ്വേജസും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആർക്ക് കഴിഞ്ഞു? യൂണിക്കോഡ് കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി എല്ലാ ക്യാരക്ടേഴ്സിനെയും കൂടുതൽ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? യൂണിക്കോഡിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ അതിൽ ആസ്കി, എപ്സിഡിക്, ISCII, യൂണിക്കോഡ് ഓരോന്ന് എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓരോന്നിൻ്റെയും ഫുൾ ഫോമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈ ഓഡിയോ, വീഡിയോ, ഇമേജ് ഫയലുകളുടെ റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ്. ഇപ്പോൾ ഈ ഡാറ്റയിൽ വരുന്നതാണ് അല്ലേ ഈ ഓഡിയോ, വീഡിയോ, ഇമേജൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഓരോ ഫോർമാറ്റുകൾ വെച്ചിട്ടാണ് ഇവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ JPEG, വീഡിയോ ആണെങ്കിൽ MP4, അതുപോലെ ഓഡിയോ ആണെങ്കിൽ MP3, അങ്ങനെ ഓരോ ഫയൽ ഫോർമാറ്റുകളില്ലേ. അപ്പോൾ ഫയൽ ഫോർമാറ്റുകൾ വെച്ചിട്ടാണ് ഓരോ ഓഡിയോ ആണോ, വീഡിയോ ആണോ, അതോ ഇമേജ് ആണോ എന്നൊക്കെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ ഓഡിയോ, ഇമേജ്, വീഡിയോ പോലുള്ള ഫയൽസിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗം ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്.